TTC വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിലായിരുന്ന മുഖ്യപ്രതി റമീസ് വീണ്ടും കസ്റ്റഡിയിൽ. തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് മുഖ്യ ലക്ഷ്യം. റമീസിന്റെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും തിങ്കളാഴ്ച രാത്രി റിമാൻഡ് ചെയ്തിരുന്നു. TTC വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ മുഖ്യ കാരണക്കാരനായ കാമുകൻ റമീസിനെ 4 ദിവസത്തേക്കാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന റമീസിനെ കോതമംഗലം കോടതിയിൽ ഹാജരാക്കിയ ശേഷം പോലീസ് ഏറ്റുവാങ്ങി. യുവതിയെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം മർദ്ദിക്കുകയും മതം മാറ്റത്തിന് നിർബന്ധിക്കുകയും ചെയ്തുവെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ റമീസിനെ പാനായിക്കുളത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ആത്മഹത്യാ പ്രേരണയ്ക്ക് പുറമെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കുറ്റവും റമീസിനെതിരെ ചുമത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോതമംഗലത്തും പെരുമ്പാവൂരിലും കളമശ്ശേരിയിലുമുള്ള ലോഡ്ജുകളിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തും. നടപടികൾ അതിവേഗം പൂർത്തീകരിച്ച് കസ്റ്റഡി കാലാവധി തീരും മുമ്പേ തന്നെ വീണ്ടും റിമാൻഡ് ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. റമീസിനൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്നതിനായി മാതാപിതാക്കളെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള ആദ്യ ആലോചന പോലീസ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കേസിൽ അവർക്കുള്ള പങ്ക് വ്യക്തമായ സാഹചര്യത്തിൽ ഇനി കസ്റ്റഡിയോ ചോദ്യം ചെയ്യലോ വേണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പുതിയ തീരുമാനം. റമീസിന്റെ മാതാപിതാക്കളായ റഹിമോനെയും ഷെറീനയെയും സുഹൃത്ത് അബ്ദുൾ സഹദിനെയും തിങ്കളാഴ്ച രാത്രിയാണ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. മതം മാറാൻ നിർബന്ധിച്ചുവെന്നോ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്നോ ഇവർക്കെതിരെ കുറ്റങ്ങളില്ല. റമീസിനെ വീണ്ടും റിമാൻഡ് ചെയ്യുന്നതിന് പിന്നാലെ പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചേക്കും. GTV ന്യൂസ്, കോതമംഗലം.